മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി. പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് മാരക സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ ഒരാഴ്ചയായിട്ടും പ്രതികളെ കണ്ടെത്താനാവാതെ പോലീസ്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലയിൽ BJP തുടർച്ചയായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ബോംബ് വിഷയം മറയ്ക്കാനാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. ഈ മാസം 20 വൈകിട്ടാണ് RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് പൊട്ടിത്തെറിയുണ്ടായത്. 10 വയസ്സുകാരനും വയോധികയ്ക്കും പരിക്കേറ്റിരുന്നു. പ്രാഥമിക പരിശോധന നടത്തുന്നതിന് മുൻപേ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്നായിരുന്നു പോലീസിന്റെ അനുമാനം. എന്നാൽ തുടർ പരിശോധനയിൽ മാരക സ്ഫോടക വസ്തുവാണെന്ന് കണ്ടെത്തി. അപകടം നടന്ന് ഒരാഴ്ചയാകാറായിട്ടും പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ BJPയുടെ പ്രതിഷേധങ്ങൾ ബോംബ് വിഷയം മറക്കാനാണെന്നാണ് CPIM ആരോപണം. രാഹുലിൻ്റെ വിഷയം മാറാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ഇതിനെതിരെ സമരം കൊണ്ടുവന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സമരത്തിന് എതിരായിട്ട് മഹിളാ മോർച്ചയും BJPയും സമരം ചെയ്യുന്നത് ബോംബിനെ മറച്ചു വെക്കാനാണ്. CPMന് അങ്ങനെ ഒരു മറവുമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിന്റെ ഉറവിടം കണ്ടെത്തണം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP ഒരുക്കിവെച്ച ബോംബാണെന്നാണ് കോൺഗ്രസ് വാദം. പ്രതികളെ പിടികൂടാത്തത് CPIM BJP ഒത്തുകളിയാണെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. 6 ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതികളെ പിടിക്കുകയോ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കൊണ്ടുവരും ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. BJPക്കാർ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ മുന്നിൽ കണ്ട് ചെയ്യാൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംശയമുണ്ട്. കാരണം അത് ഈ കലക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണ്ടേ. യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരേണ്ട ബാധ്യത ഈ കേരളം ഭരിക്കുന്നവർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഇവർ രണ്ടുപേരും തമ്മിൽ ഒത്തുകളിയായിരിക്കാം. പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പൊട്ടിത്തെറിയുണ്ടായ ഭാഗത്തോട് ചേർന്ന് CCTV ഇല്ലാത്തത് അന്വേഷണത്തിന് പ്രതിസന്ധിയാവുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.